പാലക്കാട്ടും വലിയ കൊലവിളിയും കൊട്ടേഷൻ പരിപാടികളൊക്കെ ആയിട്ട് CPM-ഉം DYFI ഒക്കെ സജീവമാണ്. പാലക്കാട് നെന്മാറയിൽ വാറ്റുകേസ് പ്രതിയായ DYFI മേഖലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭീഷണി. നെന്മാറ നഗരത്തിലെ കച്ചവട സ്ഥാപനത്തിൽ കയറിയാണ് ഭീഷണിപ്പെടുത്തിയത്. കിടക്കയും മറ്റും വിൽക്കുന്ന സയ്യിദ് എന്നയാളുടെ കടയിലാണ് DYFI മേഖലാ സെക്രട്ടറി ഉണ്ണിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഭീഷണി മുഴക്കിയത്. ഭീഷണി മുഴക്കുന്ന CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. ചാരായം പാറ്റിയ കേസിൽ പ്രതിയായ ഉണ്ണിലാലിനെ നെന്മാറ മേഖലാ സെക്രട്ടറിയാക്കി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. ഇന്നിപ്പോൾ ഡേറ്റ് 21 നമുക്ക് കുളിച്ചാൽ പോകാൻ പറ്റില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും തോട്ടത്തിനടുത്ത് അവിടേക്ക് വരാൻ പറഞ്ഞു ഇവരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 5 മണി വരെ നോക്കും. എടുക്കാനുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട് പോവുക. ഇല്ലെങ്കിൽ പിന്നെ അതിനോട് ഒന്നും കൊടുക്കാൻ സംഭവിക്കില്ല. 5 മണിക്ക് വന്നാൽ ഞങ്ങൾ കട്ടത്ത് പോകും. മനസ്സിലായി? ഇല്ലെങ്കിൽ അതിന് മുമ്പ് പാർട്ടി വിളിച്ച് വേണ്ടി ഞങ്ങളെ വിളിക്കും. ഞങ്ങളൊന്നും വിളിക്കാനും പറ്റില്ല. 5 മണി വരെ സമയത്ത് എടുക്കാനുള്ള എന്തുണ്ടെങ്കിൽ എടുത്തു. അരുൺ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അരുൺ ഇന്നലേക്ക് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും പുള്ളി വർക്ക് തുടങ്ങിയല്ലോ. ക്ഷമ, ഇത് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 ജൂണിലാണ് ഈ ഉണ്ണിലാലിന്റെ നെന്മാറയിലെ ഫാം ഹൗസിൽ നിന്ന് ചാരായും വാഷും ഒക്കെ പിടികൂടിയത്. തുടർന്ന് ഇയാളെ അത് സംബന്ധിച്ച് വാർത്തകൾ വലിയ രീതിയിൽ വന്നിരുന്നു. ഇയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ അന്ന് CPM പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് പൊടുന്നനെയാണ് ഇയാളെ ഈ ഉണ്ണിലാൽ എന്ന വ്യക്തിയെ DYFIയുടെ മേഖലാ സെക്രട്ടറിയാക്കി മാറ്റിയത്. ഇന്നലെ നമ്മൾ ഇത് സംബന്ധിച്ച് വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടുകൂടെ ഈ ഉണ്ണിലാൽ എങ്ങനെ മേഖലാ സെക്രട്ടറി ആയി എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു CPM ഈ വിഷയത്തിൽ ചെയ്തത്. പക്ഷേ ഈ ചാരായ വാറ്റ് കേസ് പ്രതിയായ ഈ ഉണ്ണിലാലിനെ CPM അല്ലെങ്കിൽ DYFI മേഖലാ സെക്രട്ടറി ആക്കിയെന്ന് മാത്രമല്ല, പാലക്കാട് നെന്മാറയിലെ നഗരത്തിലെ ഒരു കച്ചവട സ്ഥാപനത്തിൽ കയറി ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘത്തെ പോലെ പെരുമാറുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് CPM-ന്റെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയായ പ്രേമനും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ വന്നത് എന്ന് പറഞ്ഞാണ് ഒരു കിടക്കയും മറ്റും വിൽക്കുന്ന സ്ഥാപനത്തിൽ കയറി ഭീഷണി മുഴക്കുന്നത്. സയ്യിദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒരു സ്റ്റാഫായിട്ടുള്ള സ്ത്രീയും ഒരു കുട്ടിയും മാത്രമാണ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ഈ കടയ്ക്കകത്തേക്ക് അതിക്രമിച്ച് കയറി അവരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി കട ഒഴിയണമെന്നപ്പോൾ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിയാണ് ഇവർ മുഴക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളോ മറ്റോ ഒഴിഞ്ഞു തരാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അതുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ എല്ലാവരുടെയും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ CPM-ന്റെ ആ ഒരു പാർട്ടി സംവിധാനം അവിടെ ഭീഷണി മുഴക്കുന്നതിന് ഉൾപ്പെടെ അവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അരുൺ, ഞാൻ കരുതിയത് ഇത് ഈ മേഖലാ സെക്രട്ടറിയെ നമ്മൾ അരുൺ തന്നെയാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് അതിനുശേഷമാണ് ഈ പരിപാടി തുടങ്ങിയത്. അപ്പോൾ നേരത്തെ പുള്ളി ഇത്തരം എന്താ പറയുക സ്ഥിരം വർക്കുമായിട്ടൊക്കെ സജീവമാണ്. അപ്പോൾ അങ്ങനെ ട്രാക്ക് റെക്കോർഡുള്ള ആളെ തന്നെ പിടിച്ച് ഈ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് DYFI കൊണ്ടുവന്നത് പോലെ ആയോ? ഫാം ഹൗസിൽ നിന്ന് നെന്മാറ വിത്തനശേരിയിലെ ഫാം ഹൗസിൽ നിന്ന് പിടിയിലാവുന്നു. അതിനുശേഷം പിന്നീടുള്ള ഇയാൾ കഴിഞ്ഞ ഏതാനും കാലമായി ഇത്തരത്തിൽ CPM-ന് വേണ്ടി അവിടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ എന്നുള്ളതാണ്. അതായത് ഈ ഇത്തരത്തിൽ CPM-ന് വേണ്ടി പലതരത്തിലുള്ള കൊട്ടേഷൻ വർക്കുകളും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കൂടെ ആയിരിക്കണം അയാളെ DYFIയുടെ മേഖല ചുമതലയിലേക്ക് ഉൾപ്പെടെ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വീഡിയോയിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ CPM-ന്റെ ഏരിയ സെക്രട്ടറിയുടെയും ലോക്കൽ സെക്രട്ടറിയുടെയൊക്കെ ഒരു വലങ്കയ്യാണ് ഈ ഉണ്ണിലാൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് CPM-ന്റെ ജില്ലാ നേതൃത്വമൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉണ്ണിലാലിനെ എങ്ങനെ മേഖലാ സെക്രട്ടറി ആക്കി എന്നുള്ളത് അറിയില്ല എന്നതുൾപ്പെടെയായിരുന്നു. അത് പരിശോധിക്കും, ശേഷം നടപടി സ്വീകരിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എപ്പോഴേതായാലും ഈ ഏരിയ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിയുടെയൊക്കെ കടുത്ത അനുയായിയാണ് ഇയാൾ എന്നുള്ള കാര്യം കൂടി ഈ വീഡിയോയിലൂടെ പുറത്തു വരുമ്പോൾ CPM-ന്റെ ജില്ലാ നേതൃത്വം എന്താണ് ഈ വിഷയത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ പാർട്ടി സംവിധാനമാണോ ഒരു പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനൊക്കെ അവിടെ ഇറങ്ങിച്ചെന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തേണ്ടത് ഒരു പാർട്ടി സംവിധാനമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും വ്യക്തമാവേണ്ടതുണ്ട്. ഏതായാലും തീർച്ചയായും നിയമം കയ്യിലെടുക്കുന്ന പ്രവർത്തികളാണ് ഇവിടെ DYFIയുടെയും CPM-ന്റെയൊക്കെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് നെന്മാറയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമേ ഇല്ല.